എല്ലാവർക്കും നമസ്കാരം. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ നടക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച, അതായത് ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ജനൻ ടിവിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നന്ദി. Thank you, sir. Thank you so much. വിദ്യാലയ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ലഫ്റ്റനന്റ് കേണൽ ശ്രീ മധുസൂദന സർ 2 വാക്ക് ആശംസ. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ നമ്മുടെ ഇന്നത്തെ സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാന്യനായ മാധവ് PM വാര്യർ സർ, ആര്യവൈദ്യശാല സൂപ്രണ്ട്, ആര്യവൈദ്യശാല ചാരിറ്റബിൾ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ലേഖ മാം, വിനോദ് സർ, ബാക്കി പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമായിട്ട് ഇന്ന് നമ്മളോട് സത്യവാചകം ചൊല്ലി തന്ന ഡോക്ടർ ലേഖ മാം, ഇന്ന് ക്ലാസ് എടുത്ത വിനോദ് സർ, ജനൻ TV, ഇവർക്ക് വേണ്ടി വലിയൊരു കയ്യടി കൊടുക്കാം. എല്ലാവരും ഇല്ലേ? ഇനി എനിക്ക് നിങ്ങളോട് 2 ചെറിയ കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, നമുക്ക് ഈ ഡ്രഗ്സിനെതിരെ സമരം ചെയ്യണ്ടേ? വേണ്ടേ? എല്ലാവരും റെഡിയല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഡ്രഗ്സിന് എതിരെ ചെയ്യുന്ന സമരങ്ങളിൽ ഏറ്റവും വലിയ സമരം നമ്മളോട് തന്നെ ചെയ്യുന്ന സമരമാണ്. ഡ്രഗ്സിനോട് നോ പറയാം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുക. ഒരു മഹത്തായ ഒരു പുസ്തകമുണ്ട്, ഗാന്ധിജി എഴുതിയ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അത്? എൻ്റെ സത്യാന്വേഷണ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം മഹാത്മജിക്ക് എഴുതിയിട്ടുണ്ട്. അത് എവിടുന്ന് കിട്ടുവാണെങ്കിലും ഈ പ്രായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, വായിക്കണത്. അതിൽ ഗാന്ധിജി കണ്ടെത്താൻ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ആ പുസ്തകം പറയുന്നത്. നമ്മൾക്കും അങ്ങനെ നമ്മളെ തന്നെ കണ്ടെത്താൻ പുസ്തകം ബാക്കി എല്ലാ കാര്യങ്ങളോട് ശ്രമിക്കാം നമുക്ക്. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. ഈ ഡ്രഗ്സ് നമ്മളിൽ അടിച്ചേൽപ്പിച്ച് അതുകൊണ്ടുണ്ടാക്കുന്ന പൈസ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആരാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾക്കൊന്നും അറിയാത്ത ഒരു വലിയ കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളിൽ വലിയ ഉണ്ടല്ലോ, നമ്മുടെ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ, അവരുടെ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പൈസ മുഴുവൻ ഈ ഇതൊന്നും കിട്ടുന്ന പൈസയാണ്. വളരെ ഈസി മണിയാണ്. അവർക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലുള്ള കുട്ടികളെ ഈ ഡ്രഗ്സ് അടിച്ചേൽപ്പിക്കുക, നിങ്ങൾ അഡിക്റ്റ് ആവുമ്പോൾ നിങ്ങളെ കൊണ്ട് അത് പേടിപ്പിക്കുക. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യും? ആ സമയത്ത് നിങ്ങളുടെ മനോനില അതിന് ഭാഗമായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ അപകടകാരികളല്ല. ഡ്രഗ്സ് നിങ്ങൾ വാങ്ങിച്ചു കഴിച്ച് നിങ്ങളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, നിങ്ങൾ മേടിക്കുന്ന, അതിൽ ചെലവാക്കുന്ന ഓരോ പൈസയും നമ്മുടെ മുഴുവൻ ലോകം നശിപ്പിക്കാൻ ഉതകുന്ന ശക്തികൾക്കാണ് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ടൊരു നല്ല കാര്യം ഇന്നേവരെ അവരാരും ചെയ്തിട്ടില്ല. സ്കൂൾ ഉണ്ടാക്കിയിട്ടില്ല, ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടില്ല, വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല. അവർ ചെയ്യുന്നത് ലോകത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മളിതിൽ നമ്മൾ ചേർന്നിട്ട് കൊടുക്കുന്ന ഓരോ പൈസയും അവിടേക്കാണ് പോകുന്നത് കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. ജനൻ TVക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ച സ്കൂളിനും സ്കൂൾ മാനേജർ, പ്രിൻസിപ്പൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. 2 വാക്ക് ആശംസ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി പങ്കുവയ്ക്കാൻ കോട്ടക്കൽ വിദ്യാഭവൻ HSSന്റെ ഏറെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി അംബിക മനോജ് മാം. Namaste. Respected dignitaries on and off the dais, and my dearest students, with full of gratitude, more than happiness, with full of gratitude I am standing before you. എന്താ റീസൺ അറിയോ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് രേഖ മാം എവിടെ നോ പറയണം, ഏത് നോ പറയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തന്നു. നമ്മുടെ പ്രമോദ് സാറ് പറയാതെ പറഞ്ഞു തന്നു ലഹരി ഉപയോഗിക്കുന്നതിലെ ദോഷവശങ്ങളെക്കുറിച്ച്. അപ്പം ഇത്ര ദിവസങ്ങളായിട്ട് നമ്മളും ആലോചിച്ചിരുന്നു, വി ഹാവ് ടു കണ്ടക്ട് എ പ്രോഗ്രാം ലൈക്ക് ദിസ്. ഇങ്ങനെയായിരുന്നില്ല നമ്മളൊരു ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനിങ്, ഹൗ ടു കണ്ടക്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു പ്രോഗ്രാം കൊണ്ടുതന്നു ജനം TVയുടെ രൂപത്തിൽ. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ കടപ്പാട് അറിയിക്കുകയാണ്. അതോടൊപ്പം ജനം TVയുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും എൻ്റെ കുഞ്ഞു മക്കൾക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.